The Inevitable Creators in the പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ പൊതുവെ കഴിച്ചിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ് കൊത്തു പൊറോട്ട എന്ന് പറയുന്നത്. അതിൽ തന്നെ പല വെറൈറ്റി കൊത്തു പൊറോട്ടകൾ ഇന്ന് നമുക്ക് കടകളിൽ നിന്ന് കിട്ടാറുണ്ട്. അതായത് വെജിറ്റബിൾ വെച്ച് മാത്രം ചെയ്യുന്ന കൊത്തു പൊറോട്ടയുണ്ട്, എഗ്ഗ് കൊത്തു പൊറോട്ടയുണ്ട്, ബീഫ്, ചിക്കൻ, മട്ടൻ അങ്ങനെയുള്ള നോൺ വെജ് കൊത്തു പൊറോട്ടകളുണ്ട്. അതിൽ തന്നെ റീസെൻ്റ് ആയിട്ട് പ്രോൺസ്, ക്രാബൊക്കെ വെച്ച് ചെയ്യുന്ന കൊത്തു പൊറോട്ടകൾ നമുക്ക് കടകളിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബീഫ് കൊത്തു പൊറോട്ടയാണ്. അതായത് തിരുവനന്തപുരം പട്ടത്ത് സ്ഥിതി ചെയ്യുന്ന പറോട്ട ഹട്ടിൽ നിന്നുള്ള ഒരു ബീഫ് കൊത്തു പൊറോട്ടയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. പറോട്ട ഹട്ടിൽ നിന്നുള്ള കുറച്ച് ഫുഡുകൾ ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതേപോലെ ഇതും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഫുഡ് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് കൊത്തു പൊറോട്ട. തിരുവനന്തപുരം പട്ടത്ത് സ്ഥിതി ചെയ്യുന്ന പറോട്ട ഹട്ടിൽ നിന്നുള്ള ബീഫ് കൊത്തു പൊറോട്ട. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ടേസ്റ്റും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും വിലയും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ കൊത്തു പൊറോട്ട ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ കവർ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് സോസിൻ്റെ 2 സാഷയാണ്, ടൊമാറ്റോ കെച്ചപ്പ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ ബീഫ് കൊത്തു പൊറോട്ട അത് നമുക്ക് പുറത്തോട്ട് എടുക്കാം. ഒരു കയ്യിൽ ക്യാമറ വെച്ചിട്ടാണ് ഞാൻ ഈ സാഹസം കാണിക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് കൊത്തു പൊറോട്ട കവറിൻ്റെ പുറത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. വിശന്നിരിക്കുന്നവരാണെങ്കിൽ ഈ മണം കൂടെ കേൾക്കുമ്പോൾ ഫ്ലാറ്റ് ആവും, ഉറപ്പാണ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ കൊത്തു പൊറോട്ട ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബീഫ് കൊത്തു പൊറോട്ട. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് തട്ടിയിടാം. കാരണം നമുക്ക് പ്ലേറ്റ് ഇടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ ഒരു പ്ലേറ്റിലോട്ട് തട്ടിയിടാം. അപ്പോൾ ഞാനിവിടെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിനി നേരെ ഈ കൊത്തു പൊറോട്ട ആ പ്ലേറ്റിലോട്ട് തട്ടിയിടാം. ഓക്കെ, ഞാൻ സ്പൂൺ കൊണ്ടൊന്നും കോരിയിടാൻ നിൽക്കുന്നില്ല, ഒറ്റ കമത്ത്. ഓക്കേടാ, കണ്ടോ ഫുള്ളായിട്ട് അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊത്തു പൊറോട്ടയുടെ ക്വാണ്ടിറ്റി. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമുക്കിത് ഇങ്ങനെ ഒന്നിടാം. ഓക്കെ, അത്യാവശ്യം ഒരാൾക്ക് സുഭിക്ഷമായിട്ട് കഴിക്കാനുള്ള ഫുഡുണ്ട് ഇതിൻ്റെ അകത്ത്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് വിശപ്പ് മാറിക്കിട്ടും, അത് ഉറപ്പാണ്. കാരണം കണ്ടോ, ഈ വലിയ പ്ലേറ്റ് ഏകദേശം നിറഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് കൊത്തു പൊറോട്ടയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഞാൻ അടുത്ത പ്ലേറ്റ് ഏകദേശം നിറഞ്ഞ് നിൽപ്പുണ്ട്. ഇതൊരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് വിശപ്പ് മാറിക്കിട്ടും എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കണം. ഓക്കെ, ടേസ്റ്റ് നോക്കണം, ക്വാളിറ്റി നോക്കണം, കൂടെ അതിൻ്റെ കൂടെ ഞാൻ വിലയും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും നമ്മുടെ കൊത്തു പൊറോട്ടയുടെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് ഇതിൽ അത്യാവശ്യം നല്ലപോലെ ബീഫ് ഉണ്ട്, ബീഫ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. കിട്ടുന്നില്ലല്ലോ, വിശപ്പ് കൊണ്ടാണോ? പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല. ഞാൻ ബീഫ് കൊത്തു പൊറോട്ട വേറെ പലയിടത്തുനിന്നും കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. വരാതെ നല്ല ചൂടുണ്ട് കേട്ടോ, എപ്പോഴും അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കിടക്കുന്ന ബീഫ് നോക്കാം. ബീഫെല്ലാം നല്ല അത്യാവശ്യം നല്ല പൊടിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുകയാണ്. അതിൻ്റെ ഒന്ന് എടുക്കട്ടെ. ഓക്കെ, ബീഫായിട്ട് കിട്ടുന്നില്ല. അല്ലേ, ദേ കാണാവത്. അത്യാവശ്യമല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക്
മറ്റേ കട്ടിയായിട്ടുള്ള ഒരു ബീഫല്ല ഇതിൻ്റെ അകത്തുള്ളത്. നല്ല കുക്ക് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബീഫാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്. അതുമല്ല പൊറോട്ട എന്ന് പറയുമ്പം 3-4 പൊറോട്ട ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു കൊത്തു പൊറോട്ടയ്ക്കകത്ത് ഒരു 3-4 പൊറോട്ട ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു 4 എണ്ണം കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് പൊറോട്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് കൊത്തു പൊറോട്ട. പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് അത് ഒരു കൊത്തു പൊറോട്ടയ്ക്ക് 150 രൂപയാണ്. അതായത് നമ്മൾ പൊറോട്ട ഹട്ടിൽ നിന്ന് നേരിട്ട് പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഒരു കൊത്തു പൊറോട്ടയ്ക്ക്, ഒരു ബീഫ് കൊത്തു പൊറോട്ടയ്ക്ക് 150 രൂപയാണ്. അതേസമയം നമ്മൾ ഓൺലൈൻ ആപ്പ് വഴി, അതായത് സ്വിഗ്ഗി, സൊമാറ്റോ അല്ലെങ്കിൽ സിബോയി അങ്ങനെയുള്ള ഓൺലൈൻ ആപ്പുകൾ വഴി വാങ്ങിക്കുകയാണെങ്കിൽ വില കുറച്ചും കൂടെ കുറഞ്ഞു കിട്ടും. അവരുടെ കൂപ്പൺ കോഡ് കാണുമല്ലോ, അപ്പം അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വില കുറഞ്ഞു കിട്ടും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫും പൊറോട്ടയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്. അതല്ല, ടേസ്റ്റ് വൈസ് അടിപൊളി, ഒന്നും പറയാനില്ല. പിന്നെ ഇതിന് എത്ര സ്റ്റാർ കൊടുക്കാന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ റേറ്റിംഗ്, ഞാനിതിന് ഒരു എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് വൈസ് കൊള്ളാം, ക്വാണ്ടിറ്റി കൊള്ളാം, ക്വാളിറ്റി കൊള്ളാം. പിന്നെ വില കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 150 രൂപയാവും. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളിടത്തും ഏകദേശം ഇത്രയും ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കൊത്തു പൊറോട്ട കിട്ടണമെങ്കിൽ 150 രൂപ ആവുമെന്ന് തോന്നുന്നു. അല്ലാതെ 130-120 കിട്ടുന്ന സ്ഥലമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇത്രയും ടേസ്റ്റോടെ കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു റേറ്റ് ആവുമെന്ന് തോന്നുന്നു നോർമലി. അപ്പം എന്തായാലും നമുക്ക് ഇതിന് ഔട്ട് ഓഫ് 5 നമുക്കൊരു 4.3 സ്റ്റാർ നമുക്ക് കൊടുക്കാം. ഓക്കെ, കാരണം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്, ക്വാണ്ടിറ്റി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ കുറെ നേരത്തേക്ക് വിശപ്പ് മാറി കിട്ടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. പിന്നെ നീതുവിനെ പോലുള്ളവർക്കാണെങ്കിൽ ഇത് ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 പേർക്കായിട്ട് കഴിക്കാം. കാരണം അത്രയ്ക്കുണ്ട് ഇത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വീണ്ടും മറ്റൊരു അടിപൊളി റിവ്യൂ ആയിട്ട് കാണുന്നത് വരെ ബൈ.